നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്ത് വ്യാഴാഴ്ച പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ പൂർത്തീകരിച്ചു. പുതുക്കാട് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലേക്കും സ്കൂട്ടറിലും ഇടിച്ച് പെട്ടിക്കടയിലേക്ക് പാഞ്ഞുകയറി. പെട്ടിക്കടയിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്ക്. കല്ലൂർ പച്ചളിപ്പുറത്ത് കാണാതായ വയോധികനെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കാവല്ലൂർ പറവട്ടാനി പോൾ. പൊന്നുക്കരയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 6 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിന് മുന്നോടിയായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ പൂർത്തീകരിച്ചു. ബുധനാഴ്ച രാവിലെ മുതലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ വെച്ച് പോളിംഗിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തു. ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഡ്യൂട്ടിക്കായി നിയോഗിച്ച ജീവനക്കാർ വിതരണ കേന്ദ്രത്തിൽ രാവിലെ തന്നെ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റാനെത്തിയിരുന്നു. കോളേജിന് മുൻപിലായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയായിരുന്നു വിതരണം. ഉപകരണങ്ങളെല്ലാം കൈപ്പറ്റിയ ശേഷം പരിശോധന നടത്തി ഉറപ്പുവരുത്തിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ അതാത് ബൂത്തുകളിലേക്ക് തിരിച്ചത്. സ്വകാര്യ ബസ്സുകളിലാണ് ഉദ്യോഗസ്ഥർ സാമഗ്രികളുമായി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോകുന്നത്. ആമ്പല്ലൂർ മുതൽ അളകപ്പനഗർ NTC മിൽ വരെ ഉദ്യോഗസ്ഥരുമായി എത്തിയ സ്വകാര്യ ബസ്സുകളുടെ നീണ്ട നിര തന്നെയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചത്. ജില്ലയിലെ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 2204 വാർഡുകളിലായി 7208 മത്സരാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 3395 പുരുഷന്മാരും 3813 വനിതകളും സ്ഥാനാർത്ഥികളായുണ്ട്. അന്തിമ വോട്ടർ പട്ടികയിലെ കണക്കനുസരിച്ച് ജില്ലയിലാകെ 27,36,817 വോട്ടർമാരാണ് വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ജില്ലയിലാകെ 25 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലായി ഡിസംബർ 13 രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലാണ് നടക്കുക. പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള മറ്റു ഉദ്യോഗസ്ഥർക്കും പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപ് വരണാധികാരിക്ക് നേരിട്ടോ തപാൽ മാർഗമോ ലഭിക്കുന്ന പോസ്റ്റൽ വോട്ടുകളാകും എണ്ണുക. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി KU നിത്യാനന്ദ് കോൺഗ്രസ് പാർട്ടിയിലെ സ്ഥാനങ്ങൾ രാജിവെച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പ്രതിഷേധമാണ് രാജിക്ക് കാരണമെന്ന് KU നിത്യാനന്ദ് അറിയിച്ചു. തന്നെ അവഹേളിക്കാൻ ഒരു ഗ്രൂപ്പ് നേതാവ് തന്നെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതായും നിത്യാനന്ദ് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിലിന് നൽകിയ രാജിക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലേക്കും സ്കൂട്ടറിലും ഇടിച്ച് പെട്ടിക്കടയിലേക്ക് പാഞ്ഞുകയറി. പെട്ടിക്കടയിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്ക്. കടയുടമ കൃഷ്ണായിപുരത്ത് ദേവദാസ്, ലോട്ടറി വിൽപ്പനക്കാരനായ വെണ്ടോർ സ്വദേശി ദൈവത്താർ ഗണ്ടി ബാലസുബ്രഹ്മണ്യൻ എന്ന കണ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പെട്ടിക്കടയുടെ ഉന്തുവണ്ടിയും ഷെഡും പൂർണ്ണമായി തകർന്നു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് സംഭവം. കടയിലുണ്ടായിരുന്നവർക്കാണ് പരിക്ക്. അപകട സമയത്ത് കടയിൽ 6 പേരുണ്ടായിരുന്നു. കാറിന്റെ വരവ് കണ്ട് ഓടി മാറിയതിനാൽ മറ്റുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബാലസുബ്രഹ്മണ്യനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ദേവദാസിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഓട്ടോയിലും സ്കൂട്ടറിലും കാർ ഇടിച്ചെങ്കിലും വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടുണ്ടായില്ല. കല്ലൂർ പച്ചളിപ്പുറത്ത് കാണാതായ വയോധികൻ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കാവല്ലൂർ പറവട്ടാനി പോളാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. പച്ചളിപ്പുറത്തെ പാടശേഖരത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ബുധനാഴ്ച രാവിലെ 5-ന് പള്ളിക്കുന്നിലെ കടയിൽ നിന്നും ചായ കുടിച്ച് മടങ്ങും വഴി പച്ചളിപ്പുറത്തുള്ള സുഹൃത്തിന്റെ വീട്ടിലും പോൾ എത്തിയിരുന്നു. ഇവിടെ നിന്ന് മടങ്ങിയ പോൾ വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് പാടത്ത് ഉച്ചയ്ക്ക് 12-ന് മൃതദേഹം കണ്ടെത്തുന്നത്.
പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ആനിയാണ് പോളിന്റെ ഭാര്യ. തോബിയാസ്, ജെയ്സൺ, വിനീത എന്നിവർ മക്കളും സിൻസി, തോബിയാസ്, അബി ജോർജ് എന്നിവർ മരുമക്കളുമാണ്. പൊന്നൂക്കരയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 6 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. പൊന്നൂക്കരയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 6 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുത്തൂർ പൊന്നൂക്കര പാഞ്ചിറയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും നാട്ടുകാർ മദ്യം കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയ നിലയിൽ 1 ലിറ്ററിന്റെ 6 കുപ്പി വിദേശ മദ്യമാണ് കണ്ടെത്തിയത്. ഉടൻ വിവരം ഒല്ലൂർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഒല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കുണ്ടത്തിലിന് മുൻകൂർ ജാമ്യം. ലൈംഗിക പീഡന ആരോപണ കേസിൽ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. നിലവിൽ ഒളിവിൽ കഴിയുന്ന രാഹുലിന് 2 കേസുകളിലും ഇതോടെ അറസ്റ്റിൽ പരിരക്ഷ ലഭിച്ചു. 2 ആഴ്ചയോളമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ ഇതോടെ പുറത്തു വന്നേക്കും. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് 2ാം കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആദ്യ കേസിൽ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യത്തിൽ ഹൈക്കോടതി അന്തിമവിധി പുറപ്പെടുവിച്ചിട്ടില്ല. എന്നാൽ അന്തിമവിധി വരുന്നതുവരെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് യുവതി നേരിട്ട് നൽകിയ പരാതിയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരളത്തിന് പുറത്തുള്ള മറ്റൊരു സ്ത്രീ നൽകിയ കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയ പരാതിയിലാണ് 2ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് നേതൃത്വം പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. ചെങ്ങാലൂരിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. പൊന്തോക്കൻ ജോണിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-നായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. വീടിന് ചെറിയ നാശനഷ്ടങ്ങളുണ്ടായി. കേരള പാണൻ സമാജം കൊടകര യൂണിറ്റിന്റെ 23ാമത് വാർഷിക സമ്മേളനം തൃശൂർ പോലീസ് അക്കാദമി ഡെപ്യൂട്ടി സൂപ്രണ്ട് PB പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. KPS കൊടകര യൂണിറ്റ് പ്രസിഡന്റ് PR രാജൻ അധ്യക്ഷത വഹിച്ചു. KPS സംസ്ഥാന പ്രസിഡന്റ് KA കുട്ടൻ, ജനറൽ സെക്രട്ടറി N രവീന്ദ്രൻ പനയത്ത്, PT ബാലൻ, ഉണ്ണികൃഷ്ണൻ നെട്ടിശ്ശേരി, ഗോപാലകൃഷ്ണൻ ആറാട്ടുപുഴ, മുരളി നന്ദിപുലം, വത്സൻ പരിയാരം, ജിതിൻ കൃഷ്ണ, ദേവനന്ദ രമേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാവരും കൂടി വന്നപ്പോൾ എപ്പോഴാണ് പരിപാടി എന്ന് ചോദിച്ചു. 12 മണിക്കാണ്. ഞാൻ 12 മണിക്ക് എത്തിയാൽ പോലെ അപ്പോഴേക്കും ആൾക്കാരൊക്കെ വരുള്ളൂ എന്നുള്ളതാണ് ഞാൻ അവരോട് ചോദിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. 640 രൂപയാണ് പവന് ഉയർന്നത്. ഇതോടെ ഒരു ദിവസത്തിന് ശേഷം വീണ്ടും സ്വർണ്ണവില 95,000 കടന്നു. 1 പവൻ 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 95,560 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1 ലക്ഷത്തിനടുത്ത് നൽകണം. 1 ഗ്രാം സ്വർണത്തിന് 80 രൂപ വർദ്ധിച്ച് 11,945 രൂപയാണ് നിരക്ക്. ചൊവ്വാഴ്ച 2 തവണയായി സ്വർണ്ണവില കുറഞ്ഞിരുന്നു. രാവിലെ 240 രൂപയാണ് പവന് കുറഞ്ഞത്. ഉച്ചയ്ക്ക് 480 രൂപയും കുറഞ്ഞതോടെ വില 95,000 താഴേക്കെത്തി. ഒറ്റ ദിവസം കൊണ്ട് സ്വർണത്തിന് 720 രൂപ കുറഞ്ഞത് ഉപഭോക്താക്കൾക്ക് ചെറുതല്ലാത്ത ആശ്വാസം നൽകിയിരുന്നു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. കൊടകര ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത പഠന ക്ലാസ് ആരംഭിച്ചു. മേൽശാന്തി PV മനോജ് ഉദ്ഘാടനം ചെയ്തു. ചെമ്പുച്ചിറ ശിവക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീധരൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ചു. ഭാഗവത രത്നം കൊളത്തൂർ പുരുഷോത്തമന്റെ നേതൃത്വത്തിലാണ് ക്ലാസ്. പഠിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. കുട്ടികളൊക്കെ കിട്ടാൻ ഇപ്പൊ ഭയങ്കര വിഷമമാണ്. കാരണം എല്ലാവർക്കും ഫുൾ ടൈം ക്ലാസ്സും അത് കഴിഞ്ഞാൽ ട്യൂഷനും പരീക്ഷയൊക്കെയാണ്. അപ്പൊ അവർക്ക് അവരുടെ ഒരു സമയമാവുന്ന സമയത്ത് അവര് വന്നോളും. നമ്മളിപ്പോ കുട്ടികളാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കുട്ടികളാണ്. നമുക്ക് പ്രായമൊന്നുമില്ല, നമ്മുടെ മുടിയൊന്നും നരച്ചിട്ടില്ല, നമ്മൾ പട്ടുപാവാടിയും ബ്ലൗസും തന്നെ ഇട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ക്ലാസ്സിനെ നല്ല രീതിയിൽ നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഈ ആവേശം എന്നും നിലനിർത്തിക്കൊണ്ട് മട്ടത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ 1975-76 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മച്ചെപ്പ് സ്വർണ്ണ ജൂബിലി ആഘോഷം ഈ മാസം 14-ന് നടക്കും.
മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ജൂബിലി കമ്മിറ്റി ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ അധ്യക്ഷത വഹിക്കും. സാഹിത്യകാരൻ അഷ്ടമൂർത്തി മുഖ്യ അതിഥിയായിരിക്കും. വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണലുമായ KA മാത്യു നിർവഹിക്കും. രാവിലെ 9 ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾ വൈകിട്ട് 6 വരെ നീണ്ടുനിൽക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. ടെൻഷനും പേടിയുമൊക്കെ ഉണ്ടാകുമ്പോൾ വയറിന് പ്രശ്നമുണ്ടാവുന്നതായി ശ്രദ്ധിച്ചിട്ടില്ലേ? അത് വെറും യാദൃച്ഛികമല്ല. റിപ്പോർട്ട് കാണാം. തലച്ചോറും ആമാശയവും തമ്മിൽ നിരന്തരം ആശയവിനിമയം നടത്താറുണ്ടെന്നാണ് പറയുന്നത്. അതിനായി പ്രത്യേകം നാഡീവ്യവസ്ഥ തന്നെ ഉണ്ട്. ഉത്കണ്ഠ, സമ്മർദ്ദം അല്ലെങ്കിൽ ദുഃഖം എന്നിവ വയറുവീർക്കൽ, അസിഡിറ്റി, കുടലസ്വസ്ഥതകൾ, അനാരോഗ്യകരമായ ഭക്ഷണത്തോടുള്ള ആസക്തി അല്ലെങ്കിൽ വിശപ്പിലെ മാറ്റങ്ങൾ പോലുള്ളവയ്ക്ക് കാരണമാകും. ശരീരത്തിലെ സെറാട്ടോണിന്റെ 90% കുടലിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ഉറക്കം, മാനസികാവസ്ഥ, ശ്രദ്ധ എന്നിവയെ ബാധിക്കുന്നതാണ്. വികാരങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാത്രമല്ല ബാധിക്കുന്നത്, അവ കുടലിനെയും ബാധിക്കും. ഉത്കണ്ഠ ടോയ്ലറ്റിൽ പോകണമെന്ന തോന്നലുണ്ടാക്കാൻ കാരണമാകും. ദേഷ്യം അസിഡിറ്റി അല്ലെങ്കിൽ കുടലിന്റെ മുകൾ ഭാഗം ഇടുങ്ങിയതാക്കാം. ദുഃഖമോ സങ്കടമോ പലപ്പോഴും ദഹനത്തെ മന്ദഗതിയിലാക്കുകയോ വിശപ്പ് അടിച്ചമർത്തുകയോ ചെയ്യാം. വികാരങ്ങൾ കുടലിനെ ബാധിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിച്ചാൽ പോലും വയറുവീർക്കൽ അനുഭവപ്പെടുക, മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം, നന്നായി ഉറങ്ങിയാലും ക്ഷീണം തോന്നുക, അമിതമായി പഞ്ചസാരയോ ഉപ്പോ കഴിക്കാൻ തോന്നുക, വൈകാരിക സമ്മർദ്ദ സമയത്ത് മുഖക്കുരു അല്ലെങ്കിൽ എക്സിമ പോലുള്ള ചർമ്മവീക്കം. കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായി നേരത്തെയുള്ള അത്താഴവും സ്ഥിരമായ ഉറക്ക ഉണർവ് ചക്രങ്ങളും സിർക്കാഡിയൻ ദഹനത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഭക്ഷണം മനസ്സോടെ കഴിക്കുക. സീസണൽ പഴങ്ങൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, പ്രീബയോട്ടിക്കുകൾ, മിതമായ പെർമെന്റുകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഭക്ഷണത്തിന് ശേഷം 20 മിനിറ്റ് മിതമായ നടത്തം ശീലമാക്കുക. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഫസ്റ്റ് ക്ലാസോടെ 3 വർഷത്തെ ഡിപ്ലോമ നേടിയവരെയാണ് പരിഗണിക്കുക. താല്പര്യമുള്ളവർ ഈ മാസം 15 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. വിവരങ്ങൾക്ക് 0480 2720 746 8547005080. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡിസംബർ 9 മുതൽ 12 വരെയുള്ള തീയതികളിൽ ഫിറ്റ്നസ് ടെസ്റ്റ്, രജിസ്ട്രേഷൻ പുതുക്കൽ, ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ടെസ്റ്റ് എന്നിവ റദ്ദാക്കിയതായി തൃശൂർ RTO അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,945 രൂപയും പവന് 95,560 രൂപയും രേഖപ്പെടുത്തി. കോടാലി നിലമ്പതി മരക്കാരുപറമ്പിൽ ഷാജി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്ത് വ്യാഴാഴ്ച. പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ പൂർത്തീകരിച്ചു. പുതുക്കാട് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലേക്കും സ്കൂട്ടറിലും ഇടിച്ച് പെട്ടിക്കടയിലേക്ക് പാഞ്ഞുകയറി. പെട്ടിക്കടയിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്ക്. കല്ലൂർ പച്ചളിപ്പുറത്ത് കാണാതായ വയോധികനെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കാവല്ലൂർ പറവട്ടാനി പോൾ. പൊന്നുക്കരയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 6 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക.
പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.